അതോ ഓരോ ആക്രമണത്തിന് അടിച്ചാൽ തിരിച്ചടിക്കും എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുക? ഇപ്പോഴത്തെ ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതല്ല, ഇപ്പം നമ്മളൊരു പോളിസി ഉണ്ടാക്കി എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട്. പണ്ടെല്ലാം എങ്ങനെയാണെങ്കിൽ ആക്രമിക്കുന്നു, അവരിവിടെ വന്ന് തലവെട്ടുന്നു, പോകുന്നു, പട്ടാളക്കാരെ കൊള്ളുന്നു, ബോംബെയിൽ വന്നു ബോംബാക്രമണം നടത്തി, അത് കഴിഞ്ഞ് 154 ചില്ലാനം ആളുകളെ കൊന്നിട്ട് പോയി, നിസ്സഹായരായിട്ടുള്ള ആളുകളെ കൊന്നിട്ട് പോയിട്ട് പോലും നമ്മൾ പിന്നെയും സംസാരത്തിലോട്ടും നയതന്ത്രപരമായിട്ടെല്ലാം നീങ്ങാൻ നോക്കി. സഹനശക്തിയുടെ അൾട്ടിമേറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും ഇവർക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഇനി വെറുതെ ഇരിക്കില്ല, നിങ്ങൾ ഒന്നടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇങ്ങോട്ടടിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ പാകിസ്ഥാനെ പോലുള്ളൊരു രാജ്യം ഡെഫിനറ്റായിട്ടും ഒരു കൺട്രോളിൽ വരും ഇനിയത്. കാരണം ഇനിയിപ്പോൾ അവർ ലോകരാഷ്ട്രങ്ങളെടുത്ത് പോയിട്ട് പറയും നിങ്ങൾ ഈ ഒരു സംഭവം സോർട്ട് ഔട്ട് ചെയ്ത് തരണമെന്ന്. അത് വരുന്ന സമയത്തായിരിക്കും യെസ് നിങ്ങളിപ്പോൾ സംസാരത്തിന് വാ. ഈ സംസാരത്തിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും പാകിസ്ഥാൻ നമ്മുടെ മുന്നോട്ട് വന്നിട്ടില്ല. നയതന്ത്രമായിട്ടുള്ള ഓരോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ അംബാസിഡറെ തിരിച്ചു വിളിച്ചു, അവിടുന്ന് നമ്മുടെ കമ്മീഷണറെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നടന്നിട്ടും എന്താണ് അവരൊന്നും തിരിച്ചയക്കാഞ്ഞ്? നമ്മുടെ കമ്മീഷണർ ഇതുവരെയും തിരിച്ചയച്ചിട്ടില്ലല്ലോ. പാകിസ്ഥാൻ്റെ അംബാസിഡറെ ഇവിടുന്ന് അങ്ങോട്ടും പറഞ്ഞയച്ചിട്ടില്ല. ഇതെന്തുകൊണ്ട്? ബിക്കോസ് ഇപ്പോഴാണ് കാര്യങ്ങൾ സീരിയസ് ആയിരിക്കുന്നത്. സോ ഇതുപോലുള്ളത് നടന്നു കഴിഞ്ഞാൽ യെസ് റിട്ടാലിയേഷൻസ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയ്ക്കുള്ള റിട്ടാലിയേഷൻ ഉള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും നമ്മുടെ ഗവൺമെൻറ് സന്നദ്ധമായിട്ടും അവരുടെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പും ചെയ്തിട്ടാണ് ഈ ഇന്നത്തെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ അറ്റാക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ചരിത്ര ദിനമാണോ എന്ന് വിവിധ കക്ഷി നേതാക്കളോട്. പക്ഷെ അവരോട് ചോദിച്ചത് പറയില്ല. കാരണം എന്താ അറിയോ നികേഷ്, ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന BJP ആണ്. ഇവിടെ അപ്പുറത്തിരിക്കുന്ന BJP വക്താവുണ്ട്, മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ അപ്പുറത്തിരിക്കും, CPM വക്താവുണ്ട്, പിന്നെ തോമസ് സാർ അവിടെ മൂപ്പര് കോൺഗ്രസിൻ്റെ ആളുണ്ട്. ഇവരാരും ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. BJPക്കാർ മാത്രം വേണമെങ്കിൽ അത് പറയുമായിരിക്കും. ഞാനൊരു സാധാരണ പൗരനായിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് നികേഷ് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുടെ വികാരം നോക്കും. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും എല്ലാവർക്കും ഒരേ വികാരം. ആ വികാരത്തിനെ ആണ് നമ്മളത് സ്പോയിൽ ചെയ്തത്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് അതിനകത്ത് എന്തെല്ലാം മോദി ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ വേറൊരാൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, KV തോമസ് സാർ പറഞ്ഞ് ശരിയാണ്. പല വിഷയങ്ങളുണ്ട്. ഇതല്ല ഈ ഇത്രയും 14 ദിവസം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സമയം പാലിച്ചു. നമ്മൾ ഈ ഒരു വലിയ പ്രശ്നത്തെ പതിറ്റാണ്ടുകളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൗലാന യൂസഫ് അസറിനെ കൊന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ. ഈ മൗലാന യൂസഫ് അസർ ആരാണ്? 99-ലെ IC 814 ഹൈജാക്ക് ചെയ്തിട്ടുള്ള ടെററിസ്റ്റാണ്. അതായത് സ്വന്തം അളിയനെയാണ്. അത് കഴിഞ്ഞിട്ടാണോ സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത് മസൂദ് അസർ എന്ന് എനിക്കറിയില്ല. അതുമല്ല, അതിന്റെ ബാക്ക് ഉണ്ടെന്ന്. കാരണം ഈ മുഫ്തി മുഹമ്മദ് മറ്റേ റൂബയ്യ സീദയെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് അവർ ഡിമാൻഡ് ചെയ്തത് എന്തായിരുന്നു? ഇവനെ ഇവിടുന്ന് ജയിലിൽ നിന്ന് വിടണമെന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് വിട്ടുകൊടുത്തു. അവനാണ് പോയിട്ട് ഈ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എവിടെയെല്ലാം സക്കം ചെയ്തിട്ടുണ്ടോ, നമ്മൾ എവിടെയെല്ലാം താന്നു കൊടുത്തിട്ടുണ്ടോ, അത് പിന്നീട് മൾട്ടിപ്പിൾ സ്നോ ബോളിങ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പോളിസി ആയിരിക്കും, നോ കോംപ്രമൈസ് വിത്ത് ദ ടെററിസ്റ്റ്. ഇഫ് യു ആർ എ ടെററിസ്റ്റ് വി വിൽ നോട്ട് കോംപ്രമൈസ്. 2 പതിറ്റാണ്ട് കാലത്തെ ടെററിസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ മസൂദ് അസറാണ് ഏറ്റവും കൂടുതൽ തലവേദന. അതാ അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദ് അദ്ദേഹം പറയാണ്, എൻ്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയാലും പ്രശ്നമില്ല, നിങ്ങളത് ചെയ്തോ. കാരണം ഇത്രയും അതോറിറ്റേറ്റീവായിട്ട് ഞാൻ പറയാൻ കാരണം എൻ്റെ ആദ്യത്തെ കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു ഈ റെസ്ക്യൂ മിഷൻ. അവിടെ പോയപ്പോൾ ഞങ്ങളിതെല്ലാം കൂടെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പോലും ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അവരെ വിട്ടുകൊടുത്തിട്ട് അത് കോംപ്രമൈസ് ഓപ്പറേഷൻ നടന്നിരുന്നുവെങ്കിൽ പരാജയം ഒരു പക്ഷേ. കാരണം വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഇവരെല്ലാവരും കൊന്നിരിക്കും. കാണ്ഡഹാറിൽ ഞങ്ങൾ 7 ദിവസം, അന്ന് ഞാൻ വേറൊരു ടെലിവിഷൻ ചാനലിൽ പ്രവർത്തിക്കുന്ന ആൾ, 7 ദിവസം നമ്മളിങ്ങനെ സ്ക്രീനിൽ ഒരു സ്റ്റാറ്റിക് എയ്റോപ്ലെയിൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനകത്തുള്ള 325 ആളുകളുണ്ടല്ലോ, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഏത് തീവ്രവാദിയെ കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ അന്ന് ആഗ്രഹിക്കും. കാരണം ഈ 7 ദിവസം നിങ്ങളിരുന്ന് കണ്ടതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് അമൃത്സറിൽ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ദുബായിൽ ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു പെർമിഷൻ, നമ്മൾ ഈ രാജ്യം പോയിട്ട് അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ഓപ്പറേഷൻ NSGക്കാർക്ക് ആ പെർമിഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പിന്നെ എന്തിനാണ് ഇതെല്ലാം ട്രെയിനിങ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ വെച്ചിട്ട് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്തല്ലേ നമ്മളത് ചെയ്യേണ്ടത്? റിസ്ക് ആണത്. ചിലപ്പോൾ 1-2 സിവിലിയൻസ് മരിച്ചു പോകുമായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മൾ ഓരോ സമയത്തും അടിയറ വയ്ക്കുന്നത്. ഈ സമയത്ത് ഓരോ പൗരൻ്റെയും കടമയാണത്. എൻ്റെ ജീവൻ പോയാലും ശരി, എൻ്റെ നാടിൻ്റെ അഭിമാനം അടിയറ വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് അവിടുത്തെ ഓരോ പാസഞ്ചേഴ്സിൻ്റെ മൈൻഡിലും ഉണ്ട്. ഞാൻ ഒരു ലേഡിയെ പറഞ്ഞല്ലേ അവർ, ഐ ഡിഡ് മൈൻഡ് ഈവൻ ഇഫ് സം കമാൻഡോസ് കെയിം ഇൻ ആൻഡ് ഐ ഗോട്ട് എ ബുള്ളറ്റ്,
ഐ ഡോണ്ട് വാണ്ട്, ബിക്കോസ് അവരത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ കൂടെ പോരുന്നത് ഇതായിരുന്നു, ഈ ഹൈജാക്ക് ചെയ്തവൻ ഇവൻ രക്ഷപ്പെടരുത് എന്ന്. ഓർക്കണം, അന്ന് ഈ ഹൈജാക്കേഴ്സിന് ഈ ആളുകളെ വിട്ടുകൊടുത്തത് എ ബി വാജ്പേയിയുടെ സർക്കാരാണ്. മാത്രമല്ല അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ഈ മസൂദ് അസറിനെ അക്കമ്പനി ചെയ്തിരുന്നു കാണ്ഡഹാർ. കൊണ്ടുപോയി. ചില പോളിസീസ്, അതാണ് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ റെസ്പെക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട്, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ശരി, അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ